2025 അങ്ങനെ വട്ടത്തിൽ മൂഞ്ച സ്ഥിതിക്ക് ഇനി 2026 എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2026 ഒരു ഒന്നൊന്നര വർഷമായിരിക്കും. അത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ജനുവരിയിൽ തന്നെ ജുജുത്സു കൈസന്റെ 3rd സീസൺ വരുന്നുണ്ട്. ദ ബോയ്സിന്റെ സീസൺ 5 ഫൈനൽ സീസൺ. അതുപോലെ ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്പിൻ ഓഫ് ദ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസിന്റെ 1ാമത്തെ സീസൺ. പിന്നെ ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ 3ാമത്തെ സീസൺ. പിന്നെ മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗുവും കൂടെ വരുന്നുണ്ട്. മെയിൻ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ GTA 6 ഇറങ്ങുന്നുണ്ട്. ഇറങ്ങോ എന്തോ മെയ് 26 ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. അതേപോലെ ജൂൺ 11 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. മെസ്സിയുടെയും റൊണാൾഡോൻ്റെയൊക്കെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് പറഞ്ഞത്. എന്താവോ എന്തോ കാത്തിരുന്ന് കാണാം. സിനിമയാണെങ്കിൽ ഒരു ലോഡ് സിനിമകളുണ്ട്. ആദ്യം സൂപ്പർ ഗേൾ വരുന്നുണ്ട്. പിന്നെ ഡ്യൂണിൻ്റെ 3rd പാർട്ട് വരുന്നുണ്ട്. ഒരു ഒന്നൊന്നര സിനിമയായിരിക്കും അത്. പിന്നെ നമ്മുടെ നോലൻ്റെ ഓഡിസി വരുന്നുണ്ട്. അതിനെ പിന്നെ പ്രത്യേകിച്ച് പൊക്കി പറയേണ്ട ഒരു ആവശ്യമില്ല, അറിയാമല്ലോ. ഇനി നമ്മുടെ മാർവലിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വരുന്നു. അവഞ്ചേഴ്സ് ഡൂംസ് ഡേ വരുന്നുണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കൂടെ വരുന്നുണ്ട്. അത് മിക്കവാറും ഒരു ഷോർട്ട് ഹിറ്റ് ആയിരിക്കുന്നതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. പിന്നെ വേറെ ടോയ് സ്റ്റോറി 5 വരുന്നുണ്ട്. മിനിയന്റെ 3rd പാർട്ട് വരുന്നുണ്ട്. നാർണിയന്റെ റീബൂട്ട് കൂടെ വരുന്നുണ്ട്. ഗ്രറ്റ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്, അറിയാലോ. ഒരു സംഭവമായിരിക്കും അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായാലും വരുന്നത് നമ്മൾ വിചാരിക്കുന്നത്, അറിയില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് 2026 അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും. കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പോസിറ്റീവ് വൈബ്സ് കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ.